ഇനി മധ്യകേരളത്തിൽ നിന്നുള്ള വാർത്തകളിലേക്ക് എത്താം. അതിൽ ഏറ്റവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ടുള്ളത് തന്നെയാണ്. ജനുവരി 3-നാണ് അദ്ദേഹം തൃശ്ശൂരിലെത്തുന്നത്. മഹിളാ സമ്മേളനത്തിന് മുന്നോടിയായി ഇന്ന് വൈകിട്ട് മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ ബൈക്ക് റാലി നടക്കാനിരിക്കുകയാണ്. കേന്ദ്രമന്ത്രി ഭഗവന്ത് ഖുബയാണ് റാലി ഫ്ലാഗ് ഓഫ് ചെയ്യുക. അതേസമയം BJP സംസ്ഥാന നേതൃയോഗ തീരുമാനങ്ങൾ വിശദീകരിക്കാനായി കെ സുരേന്ദ്രൻ ഇന്ന് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. സുധീഷ് ഗോപാലാണ് ചേരുന്നത് കൂടുതൽ വിവരങ്ങളുമായി. സുധീഷ്, എന്തൊക്കെ വാർത്തകളാണ് ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്, പങ്കുവയ്ക്കാനുള്ളതും? ഏറ്റവും പ്രധാനമായും ഈ പറഞ്ഞ പോലെ തന്നെ മധ്യ കേരളത്തിൽ നിന്നും പ്രധാനമന്ത്രിയെ വരവേൽക്കാനായുള്ള ഒരുക്കങ്ങൾ തന്നെയാണ് ഏറ്റവും പ്രധാന വാർത്തകൾ. അതിൽ തൃശ്ശൂര് നിരവധി സംവിധാനങ്ങളാണ് ഒരുക്കുന്നത്, വരവേൽക്കുന്നതിനുള്ള പ്രത്യേക സംവിധാനങ്ങളുണ്ട്. അതിലുപരി അതിൻ്റെ ഒരുക്കങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്നലെ BJPയുടെ സംസ്ഥാന നേതൃയോഗം തന്നെ തൃശ്ശൂരാണ് കൂടിയത്. അത് കേരളത്തിലെ ഇപ്പോഴത്തെ സമകാലിക രാഷ്ട്രീയ പ്രശ്നങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നതോടൊപ്പം തന്നെ ഗംഭീരമായി പ്രധാനമന്ത്രിയെ വരവേൽക്കാനും ആ പരിപാടി വളരെ വിജയകരമാക്കാനുമുള്ള ആലോചനകളും നടന്നു. അതൊക്കെ വിശദീകരിച്ചുകൊണ്ട് ഇന്ന് 11:30-ഓടെ BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ വാർത്താ സമ്മേളനം തൃശ്ശൂരിൽ നടക്കും. അതോടൊപ്പം തന്നെയാണ് ഇതുമായി പ്രധാനമന്ത്രിയുടെ വരവിന് മുന്നോടിയായുള്ള ഒരു ബൈക്ക് റാലി, അത് മഹിളാ മോർച്ച സംഘടിപ്പിക്കുന്ന ബൈക്ക് റാലിയാണ്. അത് കേന്ദ്രമന്ത്രി ഭഗവത് ഖുബയാണ് ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത്. അത് ഇന്ന് വൈകിട്ട് നടക്കും. ഇത്തരം BJPയുടെയും അതോടൊപ്പം തന്നെ മറ്റ് മോർച്ചകളുടെയൊക്കെ തന്നെ പരിപാടികൾ തൃശ്ശൂരിൽ നടക്കുകയാണ്. അതോടൊപ്പം തന്നെയാണ് അവിടെ വലിയ 51 അടി ഉയരമുള്ള വലിയ ഒരു മണൽ ചിത്രം പ്രധാനമന്ത്രിയെ വരവേൽക്കാനായി ഒരുക്കുന്നു. അതോടൊപ്പം തന്നെ പറയാവുന്നത് പാറമേൽക്കാവ് ക്ഷേത്ര ദേവസ്വം അവിടെ ഒരു മിനി തൃശ്ശൂർ പൂരം സംഘടിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ്. അതിനുള്ള അനുമതി തേടിയിട്ടുണ്ട്. 3-ാം തീയതി അത്തരത്തിൽ അനുമതി കിട്ടുവാണെങ്കിൽ 15 ആനകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് കുടമാറ്റം അടക്കമുള്ള ഒരു പകൽപൂരം നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട വാർത്തകളും ഇന്ന് പുറത്തു വരാൻ സാധ്യതയുണ്ട്. ഇതിലൂടെ ഏറ്റവും പ്രധാനമായും തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില പ്രതിസന്ധികൾ അത് പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുക കൂടിയാണ് ഉദ്ദേശിക്കുന്നത്. കൊച്ചി ദേവസ്വം അടക്കം അവിടുത്തെ സ്വകാര്യ ദേവസ്വങ്ങളെ ചൂഷണം ചെയ്യുന്നു എന്നതാണ് അവർ ആരോപിക്കുന്ന പ്രധാന കാര്യം. ഇത്തരം പ്രശ്നങ്ങൾ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടും മറ്റും നിലനിൽക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെയും ഇല്ല ദേവസ്വം ബോർഡിൻ്റെയും ഭാഗത്തു നിന്നുള്ള ചൂഷണങ്ങൾക്ക് ഒരു അറുതിയൂടെ ലക്ഷ്യം വെച്ചില്ലെങ്കിൽ ആ പ്രതീക്ഷയോടെയാണ് അവർ ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത്. ഈ രീതിയിലുള്ള കാര്യങ്ങളാണ് തൃശ്ശൂരിൽ നിന്നും വാർത്ത വരുന്നത്.